2025 ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ രാജാക്കന്മാരായി മാറിയിരിക്കുകയാണ് ഇന്ത്യ. കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്ന കലാശ പോരാട്ടത്തിൽ ന്യൂസിലാൻഡിനെ 4 വിക്കറ്റുകൾ പരാജയപ്പെടുത്തിയാണ് രോഹിത് ശർമ്മയും സംഘവും കിരീടം സ്വന്തമാക്കിയത്. മത്സരത്തിന്റെ ടോസ് നേടി ആദ്യ ബാറ്റ് ചെയ്ത കീവീസ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 251 റൺസാണ് നേടിയത്. വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ഇന്ത്യയുടെ 3ാം ചാമ്പ്യൻസ് ട്രോഫി കിരീട നേട്ടമാണിത്. 2002, 2013 എന്നീ വർഷങ്ങളിലായിരുന്നു ഇന്ത്യ ഇതിനു മുമ്പ് ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയിരുന്നത്. മത്സരശേഷം ടൂർണമെന്റിലെ ഇന്ത്യയുടെ നിർണായകമായ താരമായ ശ്രേയസ് അയ്യറിനെ പ്രശംസിച്ചുകൊണ്ട് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സംസാരിച്ചിരുന്നു. ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ സൈലന്റ് ഹീറോ ആയിരുന്നുവെന്നാണ് രോഹിത് പറഞ്ഞത്. ശ്രേയസ് അയ്യർ ടൂർണമെന്റിൽ തങ്ങൾക്ക് ഒരു സൈലന്റ് ഹീറോ ആയിരുന്നു. മധ്യനിരയിൽ അദ്ദേഹം ഇന്ത്യക്ക് വളരെ നിർണായകമായിരുന്നു. ഫൈനലിൽ ഞാൻ പുറത്തായപ്പോഴും അദ്ദേഹം നിർണായകമായ ഒരു ഇന്നിംഗ്സിലാണ് കളിച്ചത്. അക്സർ പട്ടേലായി അദ്ദേഹം മികച്ചൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കുകയും ചെയ്തു, രോഹിത് ശർമ്മ പറഞ്ഞു. കലാശ പോരാട്ടത്തിന് 62 പന്തിൽ 48 റൺസാണ് അയ്യർ നേടിയെടുത്തത്. മത്സരത്തിൽ 83 പന്തിൽ 76 റൺസ് നേടിയായിരുന്നു രോഹിത് മടങ്ങിയത്. ടീം സ്കോർ 122 നിൽക്കെയാണ് ഇന്ത്യക്ക് രോഹിത്തിനെ നഷ്ടമായത്. എന്നാൽ പിന്നീടെത്തിയ അയ്യർ മികച്ച ഇന്നിംഗ്സിലൂടെ ഇന്ത്യയെ വിജയത്തിലെത്തിക്കുകയായിരുന്നു. KL രാഹുൽ 31 പന്തിൽ പുറത്താവാതെ 34 റൺസും നേടി. 50 പന്തിൽ 31 റൺസ് നേടി ശുഭ്മാൻ ഗില്ലും വിജയത്തിൽ വലിയ പങ്കാണ് വഹിച്ചത്. ടൂർണമെന്റിൽ ഇന്ത്യക്കായി 5 മത്സരങ്ങളിൽ നിന്നും 243 റൺസാണ് അയ്യർ അടിച്ചെടുത്തത്. 60.75 എന്ന മികച്ച ആവറേജിൽ 2 അർദ്ധ സെഞ്ചുറികളാണ് അയ്യർ നേടിയത്. ടൂർണമെന്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരവും അയ്യർ തന്നെയാണ്. 2023 ICC ഏകദിന ലോകകപ്പിലും തകർപ്പൻ പ്രകടനമായിരുന്നു ശ്രേയസ് അയ്യർ നടത്തിയിരുന്നത്. ഇന്ത്യയെ ആ ടൂർണമെന്റിൽ ഫൈനലിൽ എത്തിക്കുന്നതിൽ അയ്യർ വഹിച്ചിരുന്ന പങ്ക് വളരെ വലുതായിരുന്നു. ടൂർണമെന്റിൽ 530 റൺസ് ആയിരുന്നു താരം അടിച്ചെടുത്തത്. എന്നാൽ പിന്നീട് ഇന്ത്യൻ ടീമിൽ നിന്നും അയ്യർ പുറത്താവുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ മിന്നും പ്രകടനത്തിലൂടെ തന്റെ നഷ്ടമായ ഇന്ത്യൻ ടീമിലെ സ്ഥാനം തിരിച്ചു പിടിക്കുകയാണ് അയ്യർ. IPL മെഗാ ലേലത്തിൽ 26.5 കോടിക്ക് ശ്രേയസിനെ പഞ്ചാബ് കിങ്സ് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. IPL ചരിത്രത്തിലെ ലേലത്തിൽ ഒരു താരത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന 2ാമത്തെ തുക കൂടിയാണിത്. താരത്തിന്റെ ഈ മിന്നും പ്രകടനം ഇന്ത്യൻ പ്രീമിയർ ലീഗിലും കാണാനാവുമെന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നത്.